നീയായിരുന്നോ? അയ്യോ അല്ല, എന്റെ പേടിച്ചോയി. പേടിച്ചോ? പേടിക്കും. വേർക്കുന്നുണ്ടല്ലോ. വല്ലതും തുടയ്ക്കാൻ വേണോ? വേണ്ട. കുറച്ച് തരട്ടെ ഞാൻ? അയ്യോ വേണ്ട. എന്ത് ചെയ്യാ മോളെ? ഞാനേ നാവിന് ചെറിയ രുചി വ്യത്യാസം. ആണോ? പനി വല്ലതും ഉണ്ടോ? പനി ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ആശുപത്രിയിൽ പോണോ നമുക്ക്? അയ്യോ വേണ്ട. അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടിട്ട്. ഇത് നല്ല ടേസ്റ്റ് അല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാ. നമ്മൾ സ്വന്തം പൈസക്ക് അല്ലല്ലോ വാങ്ങിച്ചു വെക്കുന്നത്. അല്ല, ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ആരുടെയെന്ന് വല്ല ബോധ്യം ഉണ്ടോ? അവന്തിയുടെ അല്ലേ? അപ്പൊ അറിയാ മോളെ, കണക്കിന് കിട്ടുന്ന നന്നായിട്ട് അറിയാല്ല. ആ പെണ്ണ് കാണണ്ട, നിന്നെ കുനിച്ച് ചേർത്ത് കൂമ്പിനിട്ടടിക്കും. കേട്ടല്ല? നാണുണ്ടോ എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് തിന്നാൻ? അയ്യോ എന്നാ തീ തെറ്റിക്കണ്ട. എന്നിട്ട് ഇതിന്റെ ഷെയർ അല്ലെടി, ഷെയർ ഇടിയും കൂടി ഞാനും കൂടി വാങ്ങിക്കാനല്ലേ? അല്ലേടി അറിയാണ്ടിരുന്നാ മതി. എവിടെ പോയിട്ട് വരുന്നു? ടോപ്പിക് ഡിബേറ്റ് ചെയ്യണത് അല്ലല്ല, എവിടെ പോയിട്ട് വരുന്നു? കഴിവ് തന്നെ ജേർണലിസ്റ്റ്. ഞാൻ വർക്കിന് പോയിട്ട് വന്ന് ചെറുതായിട്ടൊരു ഷോർട്ട് ഫിലിമിന്റെ വർക്ക് കിട്ടി. നിനക്ക് ചെറിയ വർക്കുകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് സിനിമ നോക്കിക്കൂടെ? ഹലോ, സിനിമ ചെയ്യാണെങ്കിലേ ഞാൻ എൻ്റെതായ രീതിയിൽ നല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാ പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യും. ഞാൻ ആരെങ്കിലും എന്നെ വിളിക്കണ്ടേ? എടി സത്യം പറഞ്ഞാൽ ബോംബെയിലായിരുന്നെങ്കിലുണ്ടല്ലോ നിന്നെ ബോളിവുഡ് സത്യം എടുത്ത് വെച്ചു വിട്ടാണ്. എവിടെ? ബോളിവുഡിൽ. റോക്കറ്റിലാണോ കയറ്റിവിടാൻ പോകുന്നത്? അല്ല, ബോളിവുഡ് സിനിമയില്. എൻ്റെ പൊന്നു കുഞ്ഞെ, നീ അകത്തോട്ട് തള്ളുന്നത് തന്നെ നല്ലത്. പുറത്തേക്ക് നീ അധികം തള്ളണ്ട. നീ സത്യമായിട്ടാ പറഞ്ഞത്. അവിടെ അത്രയും ഹോൾഡും കാര്യങ്ങളും. നിന്റെ ഹോളിനെ പറ്റി എനിക്ക് മറ്റേ ഷാരൂഖ് ഖാന്റെ എല്ലാ കാര്യങ്ങളും നീ അല്ലേ നോക്കിക്കൊണ്ടിരുന്നത്? അങ്ങനെ നല്ല കട്ട ഫ്രണ്ട്സ് ആണ്. കട്ട ഫ്രണ്ട്സ്. ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഫോട്ടോ എന്റെ ഫ്ലാറ്റിന് തൊട്ടടുത്തായിരുന്നു ഷാരൂഖ് ഖാന്റെ ഫ്ലാറ്റ്. വേണ്ട, ഫോട്ടോഷോപ്പ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ അറിയാം അല്ലേ? ഞാൻ മറ്റേ കിങ് ലെയർ സിനിമ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്തോടെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത. എന്ത് വിശ്വസിക്കാത്തത്? നീ അടിപൊളിയാ, നീ പൊളിയല്ലേ? പൊളിക്ക്. പിന്നെ ഈ കാര്യം തൽക്കാലം ഞാൻ പറയുന്നില്ല. മൊത്തം ഇരുന്ന് തിന്നെക്കാട്ടിൽ കുറച്ചുകൂടെ വെച്ചത് കേട്ടല്ല? പറയല്ലേ? പറയാൻ തിറ്റാം. എന്താ ചെയ്യുന്നേ? എടി എങ്ങനുണ്ട്? ദേ ഞാൻ നമ്മുടെ റൂമൊക്കെ ഒന്നേ അലങ്കരിച്ചതാ, കൊള്ളാവോ? ഇപ്പൊ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? എനിക്ക് പ്രാന്തായതുകൊണ്ട്. ഇപ്പോഴാണോ മനസ്സിലായത്? എടി എടി മനുഷ്യനായ കുറച്ചൊക്കെ കലാബോധം വേണം, എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. എക്സ്ക്യൂസ് മീ, നിന്നൊക്കെ കൂടുതലേ കലാബോധം എനിക്കുണ്ട്. ഞാനേ ഒരു സിനിമാറ്റോഗ്രാഫറാ. എന്നിട്ടാണ് എന്തിനാ റൂം ഒരുക്കുന്നതെന്നൊക്കെ ചോദിച്ചത്? അത് പിന്നെ പെട്ടെന്ന് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓ എടി, അതായത് നമ്മള് ദിവസവും ഈ റൂമിലേ കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടോണ്ടിരുന്ന ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവില്ലെന്നാ കോപ്രി മദാമ പറഞ്ഞത്. ഏത് മദാമ? കോപ്രി മദാമ. നിന്റെ അമ്മൂമ്മയാ? ചാരു വേണ്ട എടി, അത് സംഭവം ശരി കേട്ടോ. ഞാൻ അന്വേഷിച്ചപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ റൂമൊക്കെ മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ചെയ്യാന്ന്. എങ്ങനെയുണ്ട്? മൊത്തത്തിൽ ഒരു 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 പോസിറ്റിവിറ്റി വന്നില്ലേ നോക്കുമ്പോ തന്നെ? പോസിറ്റിവിറ്റി എന്ത് തോന്നണില്ലേ? എനിക്ക് വല്ല ചേഞ്ച് ഒന്നും തോന്നുള്ളൂ. തോന്നത്തില്ലേടി? അസൂയ അസൂയ. എടി ഇതേ നോക്ക്, നീയോ ചെയ്യുന്നില്ല, ചെയ്യുന്നവരെ കൂടി ഇങ്ങനെ തളർത്താൻ നിൽക്കല്ലേ കേട്ടോ. ഞാനേ ആരെയും തളർത്തുന്നില്ല. നിങ്ങളുടെ കണ്ണിന് കുളിർമ കിട്ടാൻ വേണ്ടി ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇതൊക്കെ കണ്ടിട്ട് വേണം നാളെ തൊട്ട് എനിക്കൊന്ന് കുളിർമ വന്ന് കുളിരി കൊള്ളാൻ. കുളിരി കൊള്ളണേ കേട്ടാ. നീ ഒന്ന് ജോലിക്കൊന്നും പോയില്ലേ? ഞാൻ ഇന്ന് ലീവ് എടുത്തു. എന്തിന്? എടി ഇന്നാ മറ്റേ ഡേ, പീരിയഡ്സ് ഡേ എന്ന്. പീരിയഡ്സോ? അതിന് നീ എന്തിനാ ലീവ് എടുക്കുന്നത്? ഇത് എല്ലാ പെൺപിള്ളേർക്കും എല്ലാ മാസം ഉള്ളതല്ലേ? നിനക്കറിയാലോ ഈ ദിവസത്തെ വയറുവേദനയും നടുവേദനയും ഒക്കെ സഹിക്കാൻ പറ്റത്തില്ല.
ഈ ദിവസങ്ങളെ ദൈവമേ ആണായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് ആലോചിച്ച് പോകുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ മോൾക്ക്? ഈ ടെക്നോളജി ഒക്കെ വളരെ മുന്നോട്ടാണ്. നിനക്ക് ഓപ്പറേഷൻ ചെയ്ത് വേണമെങ്കിൽ ആണാവാലോ. പിന്നെ ഒന്നാമത് ഞാൻ ഒരു സുന്ദരിക്കുട്ടി, അതിനിടയ്ക്ക് ഒരു ആൺകുട്ടിയും കൂടെ ആയാലേ ഈ ലോകത്തുള്ള പെമ്പിളാർ മൊത്തം എന്റെ പുറകിലായിരിക്കും. വലിയ സുന്ദരി കുട്ടിയാണ്. കൂടുതൽ എൻ്റെ അടുത്ത് അങ്ങ് സംസാരിക്കല്ലേ. 24 മണിക്കൂർ സുന്ദരി തള്ളു. എടി നീ കുളിക്കാൻ പോവാണോ? ഇന്ന് എനിക്ക് ട്രീറ്റ് ചെയ്യണം. എന്തിന്റെ ട്രീറ്റ്? നിനക്കിന്ന് ജോലി ഉണ്ടായിരുന്നല്ലോ, മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ഇത്രയും അടിപൊളിയാക്കിയത്. ഞാൻ പറഞ്ഞ എടി ആണ്ടിലും കൊല്ലത്തിലാണ് ജോലി കിട്ടുന്നത്, ഇച്ചിരിയാണ് പൈസയും കിട്ടുന്നത്. ചാരു ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നോക്കിക്കോ തരാ. അതുവരെ ഇഷ്ടപ്പെട്ടില്ല അവളുടെ. അതേ ഇപ്പൊ ശരിയാക്കും, പക്ഷെ ഞാൻ ഒട്ടിക്കാത്തോണ്ടാ. എന്നാ ശരിയാക്ക്. കണ്ടാര ഇനി ഇതിന്റെ ഇടയ്ക്ക് ആരോ. ഹലോ, ആ അവന്തിക്കാണ് സാർ. ആ ഇന്നാണ് ഇൻ്റർവ്യൂ. ആ ഓക്കെ സാർ, ഞാൻ എത്തിക്കൊള്ളാം. ശരി, ആ ഓക്കെ ഓക്കെ സാർ. ഈശ്വര, ഇൻ്റർവ്യൂവിന് പോകണമല്ലോ. എടി ചാരു, എടി നീ പെട്ടെന്നൊന്ന് ഇറങ്ങുമോ? ഇല്ല എടി കുറച്ച് അർജന്റ് ആടി. എനിക്ക് സമയം എടുക്കും. എന്റെ ഈശ്വര, ഇവിടെ ഒരു വൃത്തി കാരണം ദിവസം നീ എന്തിനെങ്കിലും 2 നേരം കുളിക്കുന്നേ, ഒരു നേരം കുളിച്ചാ പോരെ? അത് നീ, ഞാൻ അങ്ങനെയല്ല. എടി എന്റെ പൊന്നു മോളിലെ ഒരു കാക്കക്കുളി കുളിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങുമോ? അത് പാടി. എടി കുറച്ച് അർജന്റ് ആണെന്ന്. അപ്പുറത്തെ കാര്യം പോ. എടി എന്ത് ശല്യമുണ്ടായിരുന്നേ. ഈശ്വര, ഇവിടെ അടുത്താണെങ്കിൽ പറയാൻ ഞാൻ പറ്റത്തില്ല ഇന്റർവ്യൂ ഉണ്ടെന്ന്. ഏത് ഡ്രസ് ഇട്ടുണ്ട് പോകും? ഇതിന്റെ കൈയൊന്നുമില്ലേ? അവിടെ തന്നെ. ചേട്ടൻ പോ, റെഡിയായോ? എന്തോന്ന് രുക്കു, എത്ര സമയമായിട്ട് ഞാൻ കാത്തിരിക്കണം അറിയാമോ? എവിടെ പോയിരുന്നു നീ? ഓ ഒന്നും പറയണ്ട, പശുവിന് തീറ്റയൊക്കെ കൊടുക്കണമായിരുന്നു. ചേട്ടാ, ഈ പോകുന്ന കച്ചവടമെങ്കിലും ശരിയാവോ? നീ നാക്കെടുത്ത് വളയ്ക്കല്ലേ, പോകുന്ന കച്ചവടം ശരിയാകും. പിന്നെ ഞാൻ എനിക്കിത് ഭ്രാന്താ ചെങ്കോട്ട വരെ അങ്ങ് പോവാൻ. ചെങ്കോട്ടയോ? സത്യം പറഞ്ഞ ചേട്ടാ കൂട്ടുകാരോട് ചില്ലടിക്കാൻ പോവല്ലോ? ചില്ലടിക്കാനാ എന്ന് വെച്ചാ എൻജോയ് ചെയ്യാൻ പോവല്ലോന്ന്. എന്റെ രുക്കു, നീ എന്ത് വർത്താനേ പറയണത്? നീ ഇല്ലാതെ എനിക്ക് എന്ത് എൻജോയ്മെന്റ്? അയ്യോ, ഇപ്പോഴത്തെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരില്ലാതെ മസനഗുടി വഴി ഊട്ടി പോകുന്ന ശീലമൊക്കെ പതിവാ. ഞാൻ മസനഗുഡിയിലും പോകണില്ല, ഊട്ടിയിലും പോകണില്ല. ജീവിക്കാൻ 10 കാശ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോവേണ്. നീ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞ് പരത്തരുത്. ഓ, ഞാൻ ഒന്നും പറയുന്നില്ല. ഒരു സ്ഥലത്ത് പോകുമ്പോൾ മുഖം നേരെ വെച്ചോണ്ടിരിക്കും, ഇങ്ങനെ വീപ്പറി കെട്ടിച്ച് വെച്ചോണ്ടിരിക്കാതെ. അതുമല്ല, നമ്മളെന്നും ഈ വീട്ടിലിങ്ങനെ അന്യൻ്റെ വീട്ടിൽ ജോലിക്കാരനായിട്ട് കിടന്നാൽ മതിയാ. നമുക്ക് സ്വന്തമായിട്ട് ഒരു വീടൊക്കെ വാങ്ങണ്ടേ? വീട് മാത്രം വരെ കാറോടെ വാങ്ങിക്കണം. അതാണ്, കാർ വാങ്ങിക്കണം, ബൈക്ക് വാങ്ങിക്കണം, എല്ലാം വാങ്ങിക്കണം. എടി, അതിലേക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലോട്ട് ഇറങ്ങിയത്. ഈ ബിസിനസ് നടന്ന ആദ്യം ഞാൻ നിനക്കൊരു സ്വർണ്ണ മാല വാങ്ങിച്ചിട്ട് വരും. എന്തടി പേടിപ്പിക്കണ? സത്യം പറഞ്ഞ ചേട്ടാ കൂട്ടുകാരോട് കറങ്ങാൻ പോയില്ലയോ? നിനക്ക് എന്തടി തലയ്ക്ക് സുഖമില്ലടി? ഞാൻ എന്തോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ എന്തോന്ന് കേൾക്കുന്നത്? ഒരു കള്ള സ്നേഹം. കള്ളസ്നേഹോ? എപ്പോഴും ഞാൻ കള്ളസ്നേഹം കാണിച്ചത്? പതിവില്ലാത്തൊരു സ്നേഹം കാണുമ്പോ അവിടുത്തെ ഈലമാമി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആണുങ്ങൾ ചക്കരെ പൊന്നെ തേന എന്നൊക്കെ വിളിക്കുമ്പോഴേ സൂക്ഷിക്കണമെന്ന്. കള്ളത്തരം കാണിക്കുന്നത് അതൊക്കെ അതെ, നിന്റെ ലീലാമാമിക്ക് പ്രാന്തായിരിക്കും. പിന്നെ വല്ലവളും പറഞ്ഞത് കേട്ടിട്ട് എന്റെ മെക്കത്ത് കാണാൻ വന്ന ചവിട്ടിയുടെ വാഴക്കുടി വെക്കും കേട്ടോ. കടല് ദേഷ്യപ്പെടുന്ന ഇതാ എന്റെ ചേട്ടൻ. ഇപ്പോഴൊരു സമാധാനം, പോയിട്ട് വാ. സ്നേഹം കാണിക്കാന്ന് വിചാരിച്ചാൽ അവക്ക് അതും സംശയം. പോട്ടെ. പിന്നെ അകത്ത് വെടിമരുന്ന് തീപ്പെട്ടിയൊക്കെ ഉണ്ട്, ഏത് നേരം വേണോ കത്താം. അതൊക്കെ സൂക്ഷിച്ചോളാം കേട്ടാ. അയ്യോ, എന്തിനാ വെടിമരുന്ന് എന്തൊക്കെ വെച്ചേക്കുന്നേ? അയ്യോ, വെടിമരുന്ന് എന്ന് പറഞ്ഞാൽ മറ്റേ വെടിമരുന്നല്ല, എന്റെ പിള്ളേരാണ് ഞാൻ പറഞ്ഞത്. എപ്പോൾ സമയം കിട്ടുമോ അപ്പോഴടി കൂടാൻ വേണ്ടി നിൽക്കുകയാണ്. അവരെയൊക്കെ ഒന്ന് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പോട്ടാ, ഞാൻ പോയിട്ട് വാ. നിനക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഇല്ലല്ല. പിന്നെ ഇറങ്ങിയതിന് ശേഷം ബാക്കിൽ നിന്ന് വിളിക്കരുത്, ഒരു നല്ലൊരു കാര്യത്തിന് പോവുകയാണ്. പോയിട്ട് വാ. ശരി. ചേട്ടാ, വരുമ്പോ കുറച്ച് അക്കാരം വാങ്ങിച്ചോണ്ട് പറഞ്ഞേ. അക്കാരം നിന്റെ അമ്മൂമ്മയുടെ. എടി, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഒരു കാര്യത്തിന് പോകാൻ പറയാന്ന് വിളിക്കലെന്ന്? ഇപ്പൊ പറഞ്ഞിട്ടല്ലേ പോയത്? നശിച്ചു പോ, നോക്കിയോ, ഇത് കാര്യം നടക്കൂല. ചേട്ടാ, സോറി പോയിട്ട് വാ. എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് വെച്ചാ. എവിടെ പോണ്ട്? എനിക്കേ ഇന്ന് അർജന്റായിട്ട് ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ട്. അർജന്റായിട്ട് ചെറിയ ഇന്റർവ്യൂ? അതെന്തോ ചെറിയ ഇന്റർവ്യൂ? അതൊന്നും എനിക്കിപ്പോ നിന്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റാത്തതായിട്ട് എന്തൊന്നാടി?
പറയുന്നോണ്ടൊന്നും തോന്നരുതേ. ചില നല്ല കാര്യങ്ങൾ പറഞ്ഞാലേ അത് നടക്കത്തില്ല. അതാ. എടി എന്തിനാണ് ഈ 2024 അന്ധവിശ്വാസം? ആഹാ, അങ്ങനെയാണെങ്കിലേ 2024 നിന്റെ അടുത്ത് ഇങ്ങനെ കുളിക്കലെന്ന് പറഞ്ഞാൽ നീ കുളിക്കാതിരിക്കുവോ? കേക്കുവോ? കുളി അന്ധവിശ്വാസം തമ്മിൽ എന്തുവാ ബന്ധം? ആ, വിശ്വാസം ഉണ്ട് ചാരു. ഇതേ നോക്കിയേ, ഒന്നും തോന്നരുത്. ഞാൻ വീണ്ടും പറയാം, നിന്റെ അടുത്ത് ഞാൻ എന്ത് നല്ല കാര്യം പറഞ്ഞോ അതൊന്നും ഇന്നേ വരെ നടന്നിട്ടില്ല. ഓ, അപ്പൊ നീ പറഞ്ഞു വന്നത് നീ എൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് അല്ലേ? ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ഒരു കാര്യം ചെയ്യ്, നീ ഇനി മേലെ എൻ്റെ അടുത്തൊന്നും കൂടി അവിടെ പറയണ്ട. നീ പോവണം. അങ്ങനെ പിണങ്ങല്ലേ. കൂടുതലങ്ങ് സോപ്പിടണ്ട. ഇനി നിന്റെ ഒരു കാര്യത്തിന് ഞാൻ ഇടപെടത്തുമില്ല. എൻ്റെ അടുത്ത് പറയുകയും വേണ്ട. മനസ്സിലായോ? നിന്റെ ഈ പിണക്കൊക്കെ ഞാൻ വന്നിട്ട് തീർത്തരാം. അയ്യോ വേണ്ട, സോപ്പിടണ്ട. ഓ, വന്ന് ശകുനം മുടക്കി. എന്തൊരു നല്ല കാര്യത്തിന് പോന്നോ അപ്പ വന്നോളൂ ഫ്രണ്ട് ഇങ്ങനെ കിണിച്ചോണ്ട്. എടി ഗുണ്ടു, മാറി ഫ്രണ്ടിന്ന്. ഇങ്ങനെ ഒതുങ്ങി പോകാൻ പറ്റുമെങ്കിൽ പൊക്കോ. ഗുണ്ടുമണി ചുമ്മാ കളിക്കാൻ നിക്കല്ലേ പെണ്ണെ. എനിക്കൊന്നും സമയമില്ല മാറി നിക്കാൻ. മാറാൻ പറ്റൂല. എടി ചാരു, ഒന്ന് വിളിടുത്ത പറയടി മാറി നിക്കാൻ. എടി ഗുണ്ടു, നിന്റെ അടുത്ത പറഞ്ഞ മാറി നിൽക്കാൻ എനിക്ക് സമയമില്ലെന്ന്. ഞാൻ മാറാം, പക്ഷെ നീ എന്നെ ഗുണ്ടുമണി വിളിച്ചിട്ട് സോറി പറ. എന്റെ പൊന്നു ഗുണ്ടുമണിയല്ലേ സോറി. എങ്ങനെ? എന്റെ ടുങ്കുരുമോളല്ലേ ഡുണ്ടുരുമോളല്ലേ മാറങ്ങോട്ട്. മാറടി, കളിക്കാൻ നിൽക്കുന്ന തീന നശിപ്പിച്ച് നശിപ്പിച്ച് നശിപ്പിച്ച്. ഇവിടെ പോന്നടി. എനിക്കറിയില്ല. കൊള്ളാലോ, ലൈറ്റ് ഒക്കെ ആയിട്ട് നല്ല ഡെക്കറേഷൻ. എന്താ പരിപാടി? റൂമിന് വൈബ് കിട്ടാൻ വേണ്ടി അവന്റെ ഒന്ന് സെറ്റാക്കിയത്. അയ്യേ, ഇതൊക്കെ എന്ത്? അതൊക്കെ നമ്മുടെ മാറി നിക്ക് മോളെ നീ. അയ്യോ, ഏറ്റില്ല. ഈശ്വര, പണി പാളിയോ? ആ രുക്ക് എപ്പോ വന്നു? എന്നിട്ട് കുറച്ചു നേരമായി. ആദ്യം അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, അവളെവിടെ പോയതാ? എനിക്കറിയില്ല. ഞാൻ ചെയ്യാം. രണ്ടൂടെ പിണക്കമായില്ലയോ? എന്ത് പിണക്കമൊന്നുമില്ല. നോക്ക്, ചേട്ടൻ നിങ്ങളെ ആരും വഴക്കുണ്ടാക്കാതിരിക്കാൻ എന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയതാ. പറഞ്ഞ അമ്മാവൻ എവിടെ പോയി? ചെങ്കോട്ടയിൽ വസ്തു നോക്കാൻ പോയതാ. വീണ്ടും തുടങ്ങി അറിയില്ല എസ്റ്റേറ്റ് പരിപാടിയൊക്കെ. അതല്ല മോളെ, നമുക്കും ഒരു വീടൊക്കെ വാങ്ങിക്കണ്ടേ? ഈ ശമ്പളം കൊണ്ടൊന്നും തികയുന്നില്ലെന്നേ. എല്ലാം ശരിയാവും. പുതിയ വർഷമല്ലേ, നമുക്കെല്ലാം ശരിയാക്കാം. ക്ലീൻ ചെയ്യുക. ആ, പോയാൾ അതേപോലെ തിരിച്ചു വന്നല്ലോ. എന്താ പറ്റി? എന്തെങ്കിലും എടുക്കാൻ മറന്നോ? ആ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എടുത്ത് വെക്കാൻ മറന്നുപോയി. ഞാൻ എടുത്ത് വെക്കട്ടെ. പോക്ക് കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ. അത് പ്രശ്നമൊന്നുമല്ല, പീരിയഡ്സ് ആയി കാണും. ശകുനം മുടക്കി കിടക്കുന്ന കണ്ടില്ലേ? ഇവിടെ കണ്ടിറക്കിയപ്പോഴേ തോന്നി കോയ കാര്യങ്ങളൊന്നും നടക്കത്തില്ലെന്ന്. പോണ്ടോരും ഈശ്വര, സാധനം ഇവിടെ പോയി. സാമാനം കേട്ടിക്കൊണ്ട് ഇരിക്കും. എടി, അതിനകത്ത് വെച്ചിരുന്ന പാഡ് കണ്ടോന്ന്? ഞാൻ കണ്ടില്ല. അതിനകത്ത് 2 എണ്ണം ഇരിപ്പുണ്ടായിരുന്നു, അതിപ്പോ കാണുന്നില്ല. ഞാൻ എങ്ങനെ കാണാനാവന്തി? അർജന്റ് ആയിരുന്നല്ലോ എന്റെ ഈശ്വര, അത് എവിടെ പോയി? അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്തെങ്കിലും സാധനം വെച്ചോ അത്യാവശ്യം വരുമ്പോ ഒരു കുന്തം കാണത്തില്ല. ഇവിടെ പോയി അത് ടീന, നീ നോക്ക്. ആലോചിച്ച് പറഞ്ഞ നീ വല്ല എടുത്തിട്ടുണ്ടോ? ഞാൻ എടുത്തിട്ടില്ല. ഇത് പിന്നെ എവിടെ? ചാരു, അതിനകത്ത് 2 പാഡ് ഇരിപ്പുണ്ടായിരുന്നു, നീ കണ്ടായിരുന്നോ? എനിക്കെന്തിനാ നിന്റെ പാഡ്? പാഡ് എന്തിനാ സാധാരണ എടുക്കുന്ന ആൾക്കാര്? മനസ്സിലായി. അത്യാവശ്യമാണെന്ന് എനിക്ക് അതിലത് പറ്റത്തില്ല. എടി, ഇവളാണ്ട് എടുത്തത് പാഡ്. ആര്? ഞാനോ? പിന്നെ കഴിഞ്ഞ ആഴ്ച നീയല്ല പാഡ് എടുത്തത് ആലമാരിന്ന്. അത് നീ നിന്റെ ആണെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ എടുത്തത്. എടി, ഞാൻ എന്റെയാന്ന് പറഞ്ഞ ആലോചിച്ച് പറയടി. ഞാൻ എന്റെയാന്ന് പറഞ്ഞ സാധനം വേണമെന്ന് പറഞ്ഞു എടുത്തോന്ന് പറഞ്ഞു. ദാറ്റ്സ് ഓൾ. എടി, ഞാൻ എന്റെയാന്ന് പറഞ്ഞിട്ടില്ല. ഹലോ, അതെ, നീ എടുത്തോളാൻ പറഞ്ഞോണ്ടല്ലേ ഞാൻ എടുത്തത്.
അങ്ങനെ ഞാൻ എന്തെടുത്തോളാൻ പറഞ്ഞാലും മോൾ എടുക്കോ? എന്നാ വല്ല ജ്വല്ലറിയുടെ ഫ്രണ്ടിൽ കൊണ്ടോട്ടെ, ഇവളോട് ഒരു ഡയമണ്ട് നെക്ലസ് അടിച്ചു മാറ്റാൻ പറഞ്ഞ അത് നീ അടിച്ചു മാറ്റുമോ? രണ്ടും കൂടെ വഴക്കുണ്ടാക്കിട്ട് മാറി നിന്നേ. ദേ എനിക്ക് ആ സാധനം അർജന്റാ, മര്യാദക്ക് എനിക്ക് എടുത്തോണ്ട് എവിടെ കൊണ്ട് നീ പിന്നെ എന്തിനാ സാധനം എടുക്കാൻ പോയത്? എന്റെ ഇല്ല പഠിക്കാനൊക്കെയല്ലേ കേട്ടല്ലോ. ഇതെന്തോ ഇത് എവിടെ നിന്ന് വേണം? നമ്മുടെ അവന്തിമോക്കെ ദേഷ്യം വരുന്നു. അപ്പൊ നമുക്ക് ദേഷ്യം വരുന്നോ? എന്റെ സാധനം എന്റെ ഇതിനകത്ത് ഞാൻ ഇടപെടത്തില്ല. മര്യാദക്ക് പോയി വാങ്ങിച്ചിട്ട് വാ. എടാ, മാറ് അങ്ങോട്ട്. കൈ പോയി എന്റെ സാധനം വാങ്ങിച്ചിട്ട് വാ. വാങ്ങിച്ചിട്ട് വരാനാ പറഞ്ഞത്. പിള്ളേരെ വഴക്കുണ്ടാക്കല്ലേ? ആ ചേട്ടൻ വഴക്കുണ്ടാക്കലെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ. നടുവും പോയി. ദേ വീണ്ടും പറയുവാ, എനിക്ക് ആ സാധനം പുറത്ത് പോകാൻ പറ്റത്തില്ല. മര്യാദക്ക് പോയി വാങ്ങിച്ചിട്ട് വാ. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. അയ്യാ രുക്കു നിക്ക്, നടു വേനെടുത്തിരിക്കുമല്ലേ, ഞാൻ പോയി വാങ്ങിച്ചോളാം. അതെ, നീ കേൾക്കാൻ വേണ്ടി പറയുവാണ്, ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിക്കാൻ പോണല്ല. ഞാൻ രുക്കുന് വയ്യാത്തോണ്ട് വാങ്ങിക്കാൻ പോണോ. മോളെ അവന്തി, നല്ല വേദന ഉണ്ടല്ലേ? പിന്നില്ലാതെ. ഇച്ചിരി ചൂടുവെള്ളം അനുത്തട്ടെ? ഇപ്പൊ വേണ്ടൊരുക്കൂ. സമയത്രയായിട്ടും ആ ചാരു ഇതോടെ പോയി കിടക്കുന്നു. എനിക്ക് തോന്നുന്നതേ അവള് മറ്റേ പാഡ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ വാങ്ങിക്കാൻ പോയെന്ന. ഞാൻ പോയി നോക്കിട്ട് വരട്ടെ? വേണ്ട, നീ ഇവിടെ ഇരിക്കേ. നോക്ക്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവളെന്ത് കൂളട്ടെ ഇറങ്ങി പോയെന്ന്. അവളിനി ഞാൻ ഉണ്ടല്ലോ. പോട്ട അവന്തി, ആർക്കല്ല ഒരു അബദ്ധം പറ്റത്തില്ലേ? അബദ്ധം ഇത് അമ്മാവന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാ. എന്താടി? എന്ത് പറ്റിയാരു? എന്ത് ഇത്ര താമസിച്ചേ? ഒരു സംഭവം ഉണ്ടായി. എന്ത് പറ്റി? ഞാൻ ഈ പാഡ് വാങ്ങിച്ച് വന്ന വഴിക്കേ എവിടെ പോകുന്നു? നിങ്ങളാരാ ഞാൻ എവിടെ പോണെന്നൊക്കെ ചോദിക്കാ? ഞാൻ എന്റെ വീട്ടിൽ പോണ്. ഇപ്പൊ അതുവഴിക്ക് പോകണ്ട. എന്താ ഞാൻ ആ വഴി പോയാ? അതുവഴി ഒരു പേപ്പട്ടിയ ആൾക്കാരെല്ലാം കൂടെ ഓടിച്ചോണ്ട് പോയിരിക്കുന്നു. പേപ്പട്ടിയാ? ചേട്ടാ ചുമ്മാ നോണ പറയാണ്ടിരിക്കട്ടാ. പക്ഷേ ഒരു ആളെ കടിക്കുകയും ചെയ്തെന്ന്. കടിച്ചെന്ന്? എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ പോണായിരുന്നു. ഈ കടിക്കാൻ വരുന്ന പട്ടിക്ക് അറിയത്തില്ല വീട്ടിൽ പോകാനാന്നോ നാട്ടിൽ പോകാനാന്നോ. അയ്യോ, പട്ടി ഉണ്ടാവോ? പോണോ ഈ വഴിക്ക്? അവന്തിക്കാണ് ഇത് അത്യാവശ്യമാണെന്നല്ലേ പറഞ്ഞേ? ഓ, എന്ത് ആ, അതിലെ ഒരു വഴിയുണ്ടല്ലോ, പോയി നോക്കാം. ഇല്ല, വടി ഉണ്ടാണോ? വഴി തീർന്ന മാപ്പിട്ട് നോക്കാം. ഇതിലെ തന്നെയായിരുന്നു. ഇത്ര നേരം നടന്നത് വേസ്റ്റായ വഴിയില്ല അങ്ങോട്ട്. പട്ടിയുടെ സൗണ്ട് കേട്ടു. എന്നിട്ട് പട്ടി കടിച്ചൊന്നും ഇല്ലല്ലോ? ഇല്ല. കൊണ്ടോ നിന്റെ പാട്. താങ്ക് യു. എനിക്ക് നിന്റെ താങ്ക് യു വേണ്ട. അതെ ചാരു, ഞാൻ എവിടെ ധൃതിപ്പെട്ട് പോയെന്ന് എനിക്കറിയണ്ടേ? എനിക്ക് നീ പറയണ ഒന്നും കേൾക്കണ്ട, എൻ്റെ അടുത്തൊന്നും പറയോ വേണ്ട. ഞാൻ പറയും. വേണ്ടാന്ന് പറഞ്ഞില്ലേ? എനിക്ക് കാനഡയ്ക്ക് പോകാനുള്ള ഇന്റർവ്യൂ ആയിരുന്നു അത്. ഇതിപ്പോ നീ എന്തിനാ എൻ്റെ അടുത്ത് പറഞ്ഞത്? ലാസ്റ്റ് എന്നെ കുറ്റപ്പെടുത്താൻ നിനക്ക് പോകാൻ പറ്റിയില്ലെന്നുള്ളത് അല്ലേ? അല്ലേ? അതെന്തായാലും നടക്കത്തില്ലല്ലോ.
ടൈം ഇത്ര ആയില്ലേ, ലേറ്റ് ആയില്ലേ, അത് ക്യാൻസൽ ആയിട്ടുണ്ടാവും. ശോ, അപ്പൊ ഞാൻ ഈ കിടന്ന് ഓടിയതൊക്കെ വെറുതെ ആയാ? എന്തായാലും സാധനം കിട്ടിയല്ലോ, അത് മതിയേടി. അല്ല ഇരിക്കൂ, ദേ ഇതങ്ങാണം തൊട്ട നിന്റെ കൈ ഞാൻ വിട്ട് മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. എന്നെ അറിയാലോ നിനക്ക്. വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിച്ചോണം.